പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള കാര്യം അറിയുന്നത് രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, അഭിഷേക് രക്ഷപ്പെട്ടു എന്നും തിരിച്ചറിഞ്ഞതോടെ രാഹുൽ ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഒരു മികച്ച അവസരമാണ് നിങ്ങളെല്ലാവരും ചേർന്ന് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അയാളെ കൊല്ലണം. അവൻ രക്ഷപ്പെടരുത്. അവൻ രക്ഷപ്പെടുന്നത് എൻ്റെ ജീവിതത്തിന് വെല്ലുവിളിയാണ് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. ഇതേ സമയം കാര്യങ്ങളൊന്നും അറിയാതെ മുന്നിലേക്ക് പോവുകയാണ് ഇഷ. മാത്രവുമല്ല, അഭിഷേകിനോട് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നും എന്തിനാണ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതോടെ രാഹുലിനെ ഫോൺ ചെയ്ത് പുറത്തേക്ക് പോയിരിക്കുകയാണ് അഭിഷേകും അതുപോലെ തന്നെ ഇഷയുമെന്ന് അവിടെയുള്ളവർ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അഭിഷേകിനെ ഇല്ലാതാക്കാമെന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചു കൊള്ളാമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് പുതിയ പ്ലാനിങ്ങുമായി രാഹുൽ മുന്നിലേക്ക് പോകുന്നു. പക്ഷേ ഇതിനിടയിലാണ് ദേവബാല വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. എനിക്ക് ഉടൻ തന്നെ അഭിഷേകിനെ കാണണം, ഇല്ലെങ്കിൽ താൻ ഇവിടെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അവിടെയുള്ളവർ. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അഭിഷേകിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്ന ഗായത്രി ഇതേ തുടർന്ന് അഭിഷേകിനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. അഭിഷേകിനോട് ഇവിടെ കാര്യങ്ങൾ മോശമായി വരികയാണ് എന്ന് പറയുന്ന ഗായത്രി ഉടൻ തന്നെ അഭിഷേക് തിരികെ വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന അഭിഷേക്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് ഇവിടേക്ക് വന്നതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ട് എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? ഞാൻ അമ്മയെ കൂടി ഇവിടേക്ക് ക്ഷണിച്ചതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഗായത്രി, കാര്യം അതല്ല എന്നും ഇപ്പോൾ നിന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവബാല ഉടൻ തന്നെ നിന്നെ കാണുന്നതിനായി വരണമെന്ന് പറഞ്ഞ് ഇവിടെ വാശി പിടിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഭിഷേക്, എന്തിനാണ് അവൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവളെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? പിന്നെയും എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ഭ്രാന്തത്തിയെ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റാതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ കെട്ടഴിച്ച് വിടാനാണോ നിങ്ങളുടെ തീരുമാനമെന്ന് അഭിഷേക് ശക്തമായി ചോദിക്കുന്നു. എനിക്ക് അവളെ സഹിക്കാൻ വയ്യ. എനിക്ക് അവൾ മടുത്തു കഴിഞ്ഞു. എന്തൊരു ശല്യമാണ്. എവിടേക്കും പോകാൻ പറ്റില്ല. 24 മണിക്കൂറും അവളുടെ കൂടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. എനിക്ക് എൻ്റെതായ ഒരു ലൈഫില്ലേ? അമ്മ എന്താണ് അത് മനസ്സിലാകാത്തത്? മാത്രവുമല്ല, എന്തിനാണ് അവളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നത്? ഇത് കേട്ട ഗായത്രി, ഞാൻ ആരുടെയും സൈഡ് പിടിച്ച് സംസാരിക്കുന്നതല്ല. ഇവിടെ അവൾ ബഹളം വയ്ക്കുകയാണ്. നീ ഇനി അവളെ വിളിക്കുക എങ്കിലും ചെയ്തില്ല എങ്കിൽ അവൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ടാക്സി പിടിച്ച് അവിടേക്ക് വരുന്നതാണ്. പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിനക്കും അറിയാമല്ലോ. ഞാനും ദേവരാജനും അവളെ തടയുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവളുടെ വാശി നിനക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ അവളെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വലുതായിരിക്കും. നീ സമയമെടുത്ത് ആലോചിച്ച് ഒരു തീരുമാനം
എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അഭിഷേക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ദേവബാലയെ ഫോൺ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതോടെ ദേവബാലയെ ഫോൺ ചെയ്യുന്ന അഭിഷേക് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഫോൺ ചെയ്യാൻ സമയമെടുത്തത് എന്നും അത് എന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ദേവബാല ഏതൊരു സ്ത്രീയുടെ ശബ്ദം നിന്റെ അടുത്ത് കേട്ടല്ലോ, അവൾ ആരാണ്, എന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടുമുട്ടിയ ഒരു സ്ത്രീയാണ്, അവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ ആ ശബ്ദം കേട്ടത്. മാത്രവുമല്ല ഓഫീസിലെ കുറച്ച് ആളുകളും കൂടെ ഉണ്ടല്ലോ, അവരുമായി സംസാരിക്കുന്നതിനിടയിലായിരിക്കാം നീ അത് കേട്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് കൺവിൻസ് ചെയ്യുന്നതിനായി ശ്രമിക്കുകയാണ് ദേവബാലയെ. ദേവബാല ആദ്യമൊക്കെ സംശയിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് ഞാനും ഉടൻ തന്നെ വരാമെന്ന് ദേവബാല പറയുന്നു. ഇതോടെ വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാം കഴിയാറായി, അതുകൊണ്ട് തന്നെ ഞങ്ങളും തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നീ ഇവിടേക്ക് വന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് തന്നെ നീ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് ഉടൻ തന്നെ തിരിച്ച് വരുന്നതാണ്. അല്ല, അഭിഷേകിനെ എനിക്ക് ഇപ്പോൾ തന്നെ കാണണമെന്ന് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്നോട് എന്താണ് ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകാത്തത്? ഞാൻ കാര്യങ്ങൾ വ്യക്തമായി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വരാനൊന്നും നീ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അഭിഷേക്. ഇതോടെ ദേവബാല വീണ്ടും അച്ഛനെ ചെന്ന് കാണുകയും അച്ഛനോട് അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് അവൻ്റെ ഫോണൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നും ദേവബാല അറിയിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവരാജനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.